അങ്ങനെ കളി കാര്യമായി. പാകിസ്ഥാന്റെ ശ്വാസം നിലച്ചു. സ്വന്തം കുഴി തോണ്ടാൻ പാകിസ്ഥാനെ കഴിഞ്ഞ് ലോകത്ത് വേറെ ഏത് രാജ്യവുമുള്ളൂ? പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഔദാര്യത്തിൽ കുടിവെള്ളം മുട്ടാതെ കഴിഞ്ഞിരുന്നവർ ആ വെള്ളം കുടിച്ച് ഇന്ത്യക്കെതിരെ തന്നെ നിരന്തരം വിഷം ചീറ്റിയപ്പോൾ മോദി സർക്കാർ എടുത്തത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്നൊരു നീക്കമാണ്. സിന്ധു നദീജല കരാറിലെ പഴുതുകൾ വെച്ച് ഇനി ഇന്ത്യയെ വിരട്ടാമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. 2028 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ അവകാശപ്പെട്ട നദികളിലെ ഒരു തുള്ളി വെള്ളം പോലും അതിർത്തി കടക്കില്ല എന്ന് ഇന്ത്യ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. പാകിസ്ഥാന്റെ സകല താളവും ഇതോടെ തെറ്റിയിരിക്കുകയാണ്. നദികളിലെ ഒഴുക്കിനെ കുറിച്ചുള്ള ഡാറ്റ കൊടുക്കുന്നത് പോലും ഇന്ത്യ നിർത്തിയതോടെ ഇരുട്ടിലായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം. ഇന്ത്യയുടെ ഈ ഒറ്റ നീക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയ പാകിസ്ഥാൻ ഇപ്പോൾ ഗതികെട്ട ചൈനയുടെ പിന്നാലെ പോയിരിക്കുകയാണ്. സിന്ധു നദിയുടെ ഉത്ഭവം ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റിൽ നിന്നാണെന്നും അതിനാൽ ചൈന ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും പറഞ്ഞ് ഇസ്ലാമാബാദിൽ വലിയൊരു അന്താരാഷ്ട്ര നാടകത്തിനാണ് പാകിസ്ഥാൻ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താമെന്നാണ് അവരുടെ വ്യാമോഹം. പക്ഷേ പാകിസ്ഥാൻ ഒരു കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. ഇത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലാത്ത പുതിയ ഇന്ത്യയാണ്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പാകിസ്ഥാന്റെ എല്ലാ വില കുറഞ്ഞ തന്ത്രങ്ങളും മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ അവിടെ കാണുന്നത്. ശരിക്കും ഈ സിന്ധു നദീജല കരാറിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം ജനങ്ങളെ വെള്ളം കൊടുക്കാതെ കൊല്ലാൻ പോകുന്ന പാകിസ്ഥാന്റെ പുതിയ നാടകങ്ങൾ എന്തൊക്കെയാണ്? പാകിസ്ഥാന്റെ ഈ ചൈനീസ് കുതന്ത്രങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ പൊളിച്ചെടുക്കാൻ പോകുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ വിഷയത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കാം. വർഷങ്ങളായി ഒപ്പുവെച്ച സിന്ധു നദീജല കരാറിന്റെ പേരിൽ ഇന്ത്യയുടെ മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുമെന്നായിരുന്നു പാകിസ്ഥാൻ കരുതിയിരുന്നത്. എന്നാൽ ഭീകരവാദത്തിനെതിരെയും അതിർത്തിയിലെ പ്രകോപനങ്ങൾക്കെതിരെയും ഇന്ത്യ കടുത്ത നിലപാടെടുത്തതോടുകൂടി കളി മാറിമറിഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് വെറുതെ ഒഴുകിക്കൊണ്ടിരുന്ന ജലം ഇന്ത്യയുടെ സ്വന്തം ജനങ്ങൾക്കും വികസന ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചതോടെ പാകിസ്ഥാന്റെ സമനില തെറ്റി. ഇന്ത്യ ഇപ്പോൾ പടിഞ്ഞാറൻ നദികളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അതിവേഗം നടപ്പിലാക്കുകയാണ്. ചെനാബ്, ബിയാസ് ലിങ്ക് ടണലും റൺവീർ കനാൽ വിപുലീകരണവും ഒക്കെ അതിനുദാഹരണമാണ്. ഇതിന്റെ ഫലമായി പാകിസ്ഥാന്റെ മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ പരസ്യമായ ഭീഷണികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ ഞങ്ങളുടെ വെള്ളം തടഞ്ഞ് ജനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു എന്നാണ് അവരുടെ ഇപ്പോഴത്തെ പുതിയ രോദനം. ഇതിന്റെ ഇടയ്ക്കാണ് കേന്ദ്ര ജലവൈദ്യുത മന്ത്രി CR പാട്ടീൽ ആ ചരിത്രപരമായ പ്രസ്താവന നടത്തിയത്. അത് മറ്റൊന്നുമല്ല, 2028 ആകുമ്പോഴേക്കും പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും സൗജന്യമായി പോകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ പ്രസ്താവന പാകിസ്ഥാനിൽ വലിയൊരു ഭൂകമ്പമാണ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ നദികളുടെ ഒഴുക്കിലെ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള ജലശാസ്ത്ര ഡാറ്റ പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നതും ഇന്ത്യ പൂർണ്ണമായി നിർത്തിവെച്ചു. ഞങ്ങൾക്ക് മേൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ മേലാതെ പാകിസ്ഥാൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്താളിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയുടെ കടുത്ത നിലപാടിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ ചെന്ന സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അവർ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു അന്താരാഷ്ട്ര സെമിനാർ അങ്ങ് സംഘടിപ്പിച്ചു. എന്നാൽ ഈ സെമിനാറിൽ അവർ നടത്തിയ വാദങ്ങളാണ് ഏറ്റവും കൗതുകകരം. സിന്ധു നാഗരികതയുടെ പൈതൃകം പാകിസ്ഥാന്റെ മാത്രം സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അവർ അവിടെ ചെയ്തത്. ലോകത്തിന്റെ മുന്നിൽ പുതിയ നാടകങ്ങൾ കളിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യയുടെ വാട്ടർ പോളിസി മാറ്റാൻ കഴിയില്ലെന്ന് പാകിസ്ഥാന് വൈകിയാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയുടെ കടുത്ത നിലപാട് തങ്ങളുടെ ദേശീയ സുരക്ഷയാണ് ബാധിക്കുന്നതെന്നും ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇപ്പോൾ പരസ്യമായി സമ്മതിക്കുകയാണ്. നയതന്ത്ര പ്രചാരണങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും മോദി സർക്കാരിന്റെ കരുത്തുറ്റ തീരുമാനങ്ങൾക്ക് മുന്നിൽ ഇവരുടെ ഒരു നാടകവും വിജയിക്കുന്നില്ല. സ്വന്തം കാലിൽ നിന്ന് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ പാകിസ്ഥാൻ ഒടുവിൽ ചൈനയുടെ സഹായം തേടിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന ആ അന്താരാഷ്ട്ര സെമിനാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ ഇന്ത്യ മാത്രമല്ല ഉയർന്ന നദീതീര രാജ്യമെന്ന അവരുടെ പ്രസ്താവനയാണ്. അതായത് സിന്ധു നദിയും അതിന്റെ പ്രധാന പോഷക നദികളും ഉത്ഭവിക്കുന്നത് ടിബറ്റൻ പീഠഭൂമിയിലാണല്ലോ. ഈ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ മുതലെടുത്ത് ചൈനയെ കൂടി ഈ തർക്കത്തിലേക്ക് വലിച്ചിഴച്ച് ഇന്ത്യക്കെതിരെ സമ്മർദ്ദം ചെലുത്താനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ
ഗതിയില്ലാത്ത പാകിസ്ഥാൻ ചൈനയുടെ തണലിൽ ഒളിഞ്ഞിരുന്ന് ഇന്ത്യക്കെതിരെ പുതിയ കുതന്ത്രങ്ങൾ മെനയുകയാണ്. എന്നാൽ ചൈനയെ കൂട്ടുപിടിച്ചാലും ഇന്ത്യയുടെ ജലനയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ചൈനയെ കൂട്ടുപിടിച്ചും അന്താരാഷ്ട്ര വേദികളിൽ പരാതിപ്പെട്ട് സമയം കളയുമ്പോൾ ഇന്ത്യ തികഞ്ഞ ശാന്തതയോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയുമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് അനുകൂലമായി പൂർണ്ണമായും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. വർഷങ്ങളായി പാകിസ്ഥാനിലേക്ക് പോയിരുന്ന ജലം ഇന്ത്യയുടെ കാർഷിക വ്യവസായ മേഖലകളിലേക്ക് തിരിച്ചുവിടാനുള്ള മെഗാ പദ്ധതികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചെനാബ് ബിയാസ് ലിങ്ക് ടണലും റൺവീർ കനാൽ വിപുലീകരണവും മാത്രമല്ല, ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള നിരവധി ജലവൈദ്യുത പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അതിവേഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന സർക്കാർ അല്ല ഇതെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യയുടേതെന്നും പാകിസ്ഥാൻ ഇപ്പോൾ ബോധ്യമാക്കിയിരിക്കുകയാണ്. ഡാറ്റ കൈമാറ്റം നിർത്തിയതും നദീതീരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വഴി ജലസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് പ്രകോപനങ്ങളെയും പ്രതിരോധിക്കാൻ ഇന്ത്യ ഇന്ന് പൂർണ്ണ സജ്ജമാണ്. ശരിക്കും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചാൽ സഹതാപം തോന്നും. സ്വന്തം രാജ്യത്ത് കാര്യമായൊന്നും ചെയ്യാനില്ലാതെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാൻ വകയില്ലാതെ കിടക്കുന്ന രാജ്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് സെമിനാറും നാടകങ്ങളും നടത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധു നാഗരികതയുടെ പൈതൃകം തങ്ങളുടെ വകയാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച് സ്വപ്നലോകത്ത് ജീവിക്കുകയാണ് അവർ. ഇന്ത്യ വെള്ളം തടഞ്ഞപ്പോൾ തൊണ്ട വറ്റി വരണ്ട് അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാതെ വിറളി പിടിച്ച പാക് മന്ത്രിമാർ ഒടുവിൽ ചൈനയുടെ മടിയിൽ ചെന്ന് അഭയം തേടിയ ആ കാഴ്ച എത്രമാത്രം ദയനീയമാണ്. സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിവില്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ തണലിൽ ഒളിഞ്ഞിരുന്ന് ഇന്ത്യയെ വിരട്ടാമെന്നാണ് അവർ കരുതുന്നത്. ആ തികഞ്ഞ വിവരക്കേടിനെ എന്തു പറയാം. ചുരുക്കത്തിൽ ഇന്ത്യക്കെതിരെ എന്ത് കുതന്ത്രം മെനഞ്ഞാലും, ചൈനയെ കൂട്ടുപിടിച്ച് എത്ര വലിയ നാടകങ്ങൾ കളിച്ചാലും പാകിസ്ഥാന്റെ കള്ളക്കളികളെല്ലാം ഇവിടെ തന്നെ തീരുമെന്ന് അവർക്ക് ഇപ്പോൾ വൈകിയാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞുറപ്പിച്ചു വന്ന ആ പഴയ ഭീഷണികളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് പാകിസ്ഥാൻ ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയുടെ ക്ഷമയെയും നിശബ്ദതയും അവരുടെ ദൗർബല്യമായി കണ്ടവരുടെ മുന്നിലേക്കാണ് മോദി സർക്കാർ ഇപ്പോൾ ഈ ഒരു മാസ്റ്റർ പ്ലാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ തൊണ്ട വരട്ടാൻ വേറെ ആയുധങ്ങൾ ഒന്നും വേണ്ട. വർഷങ്ങളായി അവർ വെറുതെ അനുഭവിച്ച ആനുകൂല്യങ്ങൾ ഒന്ന് നിർത്തിയാൽ മതി. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ വിറളി പിടിച്ച ഒരു അവസ്ഥയിലാണ്. വ്യാജ നാഗരികതയുടെ കഥകൾ പറഞ്ഞു ഇനി എത്ര കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? സ്വന്തം ജനങ്ങളെ ദാഹത്തോടും പട്ടിണിയോടും എറിഞ്ഞുകൊണ്ട് ഭരണാധികാരികൾ നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ഒന്നിന്റെ വില എന്താണെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഭീകരവാദവും നിരന്തരമായ പ്രകോപനങ്ങളും കൈമുതലാക്കി ഇന്ത്യയെ വരുതിയിലാക്കാമെന്ന അവരുടെ വ്യാമോഹത്തിനാണ് ഈ ഒറ്റ തീരുമാനത്തിലൂടെ തിരശ്ശീല വീണിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്നത് വെറും അന്താരാഷ്ട്ര നാടകങ്ങളിലൂടെയോ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെയോ സംരക്ഷിക്കാനാവില്ലെന്ന് പാകിസ്ഥാന്റെ ഈ അനുഭവം ലോകത്തിന് നൽകുന്ന വലിയൊരു പാഠമാണ്. ഇന്ത്യ ആകട്ടെ സ്വന്തം ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ ഓരോ നീക്കവും നടപ്പിലാക്കുകയാണ്. പാകിസ്ഥാൻ സ്വന്തം കുഴി തോണ്ടി ഒടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ കാഴ്ച നയതന്ത്ര ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവാണെന്ന് തന്നെ പറയാം. ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകുമല്ലേ? നമുക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ ഇതാ. ഒന്നാമതായി, സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ നട്ടം തിരിയുന്ന ഒരു ഭരണകൂടത്തിന് എന്തിനാണ് ജനങ്ങളുടെ ജീവനേക്കാൾ വലുതായി ഭീകരവാദവും ഇന്ത്യയോടുള്ള ശത്രുതയും? രണ്ടാമതായി, പതിറ്റാണ്ടുകളായി ഇന്ത്യ നൽകിയ അനുകൂല്യങ്ങളെല്ലാം ദുരുപയോഗം ചെയ്ത പാകിസ്ഥാൻ തങ്ങളുടെ വീഴ്ചയ്ക്ക് ഇപ്പോഴും അയൽരാജ്യങ്ങളെയും ചൈനയെയും കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? മൂന്നാമതായി, ജലസുരക്ഷയെ ദേശീയ സുരക്ഷയുടെ ഭാഗമായി മാറ്റിയ മോദി സർക്കാരിന്റെ ഈ ശക്തമായ നിലപാട് ഇന്ത്യയുടെ ഭാവി നയതന്ത്രത്തിൽ എത്രത്തോളം വലിയ മാറ്റങ്ങളാകും ഉണ്ടാക്കാൻ പോകുന്നത്? ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.